തേടി വന്ന തീരം കടമ്പുകൾ പൂച്ചൊരിഞ്ഞ കളമൊഴികൾ തേടി വന്ന തീരം കടമ്പുകൾ പൂച്ചൊരിഞ്ഞ മധുവസന്തമേ നീ വരികില്ലേ മധുവസന്തമേ നീ വരികില്ലേ യദുനന്ദന മുരളീധര കൃഷ്ണ കളമുരളി ശ്യാമമേഘവർണ്ണ യദുനന്ദന മുരളീധര കൃഷ്ണ കൃഷ്ണ കളമുരളി ശ്യാമമേഘവർണ്ണ കളമൊഴികൾ തേടി വന്ന തീരം തേടി വന്ന തീരം രാധ രാധ ഇത് ആശികയാണ്, നാഗകന്യക. നിറമുള്ള സ്വപ്നങ്ങൾ കൃഷ്ണന്റെ കളിക്കൂട്ടുകാരാണെന്ന് അറിയില്ലേ നിനക്ക്? ആരാണ് രാധ? എന്റെ കളിത്തോഴി. കളിത്തോഴി എന്ന് വെച്ചാൽ? എന്റെ സഖി, എന്റെ ഗോപകുമാരി. അപ്പൊ ഞാനോ? രാധ ഭൂമിയിലെ എന്റെ സഖിയും നീ വൈവസപുരിയിലെ എന്റെ പ്രണയവുമാണ്. രാധയോ ഞാനോ കൂടുതൽ സുന്ദരി? അനുരാഗവാടിയിൽ തളർത്തു നിൽക്കുന്ന സൗന്ദര്യമുള്ള പൂക്കളിൽ ഏതിനാണ് കൂടുതൽ അഴകെന്ന് ചോദിച്ചാൽ എല്ലാ പൂക്കളും മനുഷ്യനെ ആനന്ദിപ്പിക്കാനാണ് വിടർന്നു നിൽക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് അനശ്വരമായ ഒരു കാവ്യമാണ്. കാൽപ്പനികതയുടെ കമനീയ സങ്കല്പം, ശില്പചാതുര്യത്തിന്റെ അമൂർത്ത ഭാവം. നീയും രാധയും ഗോപസ്ത്രീകളുമെല്ലാം എന്റെ മനസ്സിലെ തെളിനീരിൽ നീന്തി തുടിക്കുന്ന കല്ലോലിനികളാണ്. എന്നെയല്ലേ അങ്ങ് കൂടുതൽ സ്നേഹിക്കുന്നത്? നമുക്കിടയിൽ സുഗന്ധം പരത്തുന്ന മഹാപ്രണയത്തിന് സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ നീയാണ് കൂടുതൽ പുരട്ടുന്നതെങ്കിൽ ആശിക, നീ ആയിരിക്കും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്. ആട്ടെ, നാളത്തെ യുദ്ധത്തെക്കുറിച്ച്? യുദ്ധം അനിവാര്യമെങ്കിൽ അത് നടക്കും. എനിക്ക് ഭയമാകുന്നു. എന്ത് സംഭവിക്കാവുന്ന ഈ യുദ്ധം? ഒരു മരണത്തിൽ അവസാനിക്കും. എന്റെ മരണമാണ് നിന്റെ വംശം കൊതിക്കുന്നത്. ഒരു നാട് മുഴുവൻ അങ്ങ് മരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാനോ ഹൃദയം ഒരുകി അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ, അറിവുകേടാണെങ്കിൽ പൊറുക്കണം. അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ
അത്ര കണ്ട ആഴത്തിലാണ് ലാരിക പുനർദത്തിനെ പ്രണയിക്കുന്നത്. ആ പ്രണയം തകർത്തിട്ട് ആശിക, ഞാൻ വന്നത് യുദ്ധത്തിനല്ല. ഞാൻ ആരെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. 20 വർഷം തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം തകർന്ന് കണ്ണീരൊഴുക്കുന്ന ഒരു വൃദ്ധഹൃദയത്തിന്റെ നനവുള്ള കണ്ണീരിനൊപ്പമാണ് ഞാൻ. അതുകൊണ്ട് എനിക്കവനെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അവനെ കൊണ്ടുപോകും. അതാ അച്ഛൻ വരുന്നുണ്ട്. അങ്ങ് കൂടുതൽ സൂക്ഷിക്കണം. അപായപ്പെടുത്താനായിരിക്കും ഈ വരവ്. കരുതിയിരിക്കുക. സൂര്യനഗരത്തിന്റെ മഹാനായ ചക്രവർത്തി സ്വാഗതം. വാളിന്റെ മൂർച്ച തേച്ചുരച്ച് നിന്നോട് യുദ്ധം ചെയ്യാനല്ല ഞാൻ വന്നത്. ഒളിയുദ്ധം ചെയ്ത് നിന്നെ അകപ്പെടുത്താനുമല്ല. ഈ നാഗലോകത്തിന്റെ വൃദ്ധപിതാവെന്ന നിലയിൽ നിന്നോട് കേണപേക്ഷിക്കാൻ വന്നതാണ്. ഒരു ശത്രുവിനോട് അങ്ങ് കേണപേക്ഷിക്കുകയോ? ഒരു രാജ്യത്തിന് ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കാൻ കടന്നു വന്നവൻ. ആ രാജ്യത്തിനും ഭരണകൂടത്തിനും ആകുലതകൾ പടർത്തി ഈ വംശത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന നിന്നോട് എനിക്ക് പകയും ശത്രുതയുമാണ്. പക്ഷേ ഈ ആരോപണങ്ങൾ ഞാൻ എന്നെ സദയം സ്വീകരിച്ചവനാണ്. എന്നാൽ എന്റെ മാർഗത്തിന്, എന്റെ ലക്ഷ്യത്തിന്